ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു കുട്ടി വ്ളോഗുമായിട്ടാണ്. വേറൊന്നുമില്ല, വാഫി ഹോട്ടലിൽ ഞങ്ങൾ ഈ ലാസ്റ്റ് വീക്കെൻഡിലൊന്ന് പോയിരുന്നു. അപ്പോൾ കുറേ നാളായിട്ട് അങ്ങനെ ഒത്തിരി ഔട്ടിങ്ങിനോ കാര്യങ്ങൾക്കോ ഒന്നും പോകാറില്ല. അപ്പോൾ വാവയായിട്ട് കുറേ നാളുകൾ കൂടിയിട്ട് ഒന്ന് ഔട്ടിങ്ങിന് പോയതാണ് കേട്ടോ. വാഫി ഹോട്ടലിലാണ് പോയത്. ദുബായിൽ വാഫി മോളുണ്ട്, അതുപോലെ തന്നെ വാഫി ഹോട്ടലും ഉണ്ട്. അടുത്തടുത്തായിട്ട് തന്നെയാണ് ഈ പ്ലേസ്. അപ്പോൾ നമ്മൾ ഇന്നീ പോകുന്നത് ഈ ഒരു പിരമിഡ് ഷേപ്പിൽ കാണുന്ന വാഫി ഹോട്ടലിലാണ്. ആക്ച്വലി ഇതിൻ്റെ ആർക്കിടെക്ചർ എന്ന് പറയുന്നത് നമ്മുടെ ഈജിപ്ഷ്യൻ സ്റ്റൈലിലാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലെ കാഴ്ച കണ്ടു നോക്കാം. നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്തു. എന്നിട്ട് വാഫി ഹോട്ടലിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ട്. ഇതതിൻ്റെ എൻട്രൻസ് ആണ്. അപ്പോൾ ഇന്നൂസ് ഭയങ്കര എക്സൈറ്റഡ് ആണ്. കുറേ നാളുകൾ കൂടിയിട്ട് അവൾ പുറത്തിറങ്ങിയേക്കുന്നതാണ്. അതിൻ്റെ ഭയങ്കര ഒരു ഹാപ്പിനെസ് കാണാം. സ്റ്റാർട്ടറായിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ്, അതുപോലെ തന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള നഗറ്റ്സ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നഗറ്റ്സ് ആണ്, ചിക്കൻ നഗറ്റ്സ്. അത് നമുക്ക് സെർവ് ചെയ്തിട്ടുണ്ട്. ഇന്നൂസിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതൊക്കെ. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് ബിരിയാണി, ഇത് മട്ടൻ ബിരിയാണി, അതുപോലെ തന്നെ ബട്ടർ ചിക്കനുമാണ് കേട്ടോ. സാധാരണ ബട്ടർ ചിക്കൻ്റെ കൂടെ പ്ലെയിൻ റൈസ് അല്ലേ തരാറ്, പക്ഷേ ഞങ്ങളിവിടെ ബിരിയാണി ആട്ടോ ഓർഡർ ചെയ്തേക്കുന്നത്. ഈ വലിയ പില്ലറുകളിലൊക്കെ നമുക്ക് കാണാം ഈജിപ്ഷ്യൻ സ്റ്റൈലിലുള്ള കൊത്തുപണികൾ. നല്ല വലിയ ഹാങ്ങിങ് ആയിട്ടുള്ള ബൾബുകളുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഇന്നൂസിൻ്റെ കുസൃതികൾ. പെപ്സി ഇവരിതുപോലെ ഐസും അതുപോലെ തന്നെ ഒരു പീസ് നാരങ്ങ കൂടി ഇട്ടിട്ട് അതിലേക്ക് ഒഴിച്ചാണ് തന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് ഈ ഒരു സ്റ്റാർട്ടർ തരുമ്പോൾ അതിൻ്റെ കൂടെ അവർ സെർവ് ചെയ്യുന്നതാണ് ഈ മസ്റ്റാർഡിൻ്റെ സോസ്, അതുപോലെ തന്നെ മയണൈസ്, അതുപോലെ ടൊമാറ്റോ കെച്ചപ്പ്.
നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണെന്നാണ് എല്ലാവരും പറയാട്ടോ ഈ ഒരു ഹോട്ടലിൽ നിന്ന് കിട്ടുന്നത്. നമുക്ക് നോക്കാം എന്തായാലും. കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. ഫ്രൈഡ് റൈസിൻ്റെ ഒക്കെ ഒരു ലുക്കിലാണ് ബിരിയാണി വന്നിട്ടുള്ളത്. അതിൻ്റെ കൂടെ ഒരു പപ്പടം തന്നിട്ടുണ്ട്. ഇത് മസ്റ്റാർഡിൻ്റെ പപ്പടമാണ് കേട്ടോ. ആ സീഡ്സ് കാണുന്നത് മസ്റ്റാർഡാണ്, കടുകാണ്. അപ്പോൾ കടുകിൻ്റെ ടേസ്റ്റുള്ള പപ്പടമാണ് ഉള്ളത്. ഈ ഒരു ഹോട്ടൽ കാണാൻ വളരെ ഭംഗിയാണ്, നല്ല ഭംഗിയുള്ളൊരു ഹോട്ടലാണ്. ഇവിടുത്തെ ഫുഡിനേക്കാൾ ഉപരി നമ്മൾ ഈ ഹോട്ടൽ കാണാനാണ് വന്നതെന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ വരുന്നവരൊക്കെ അങ്ങനെ തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഹോട്ടലാണിത്. ഡെസേർട്ടുകളെല്ലാം നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് അവർ നല്ല യമ്മി ആയിട്ട് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്ന രീതിയിലാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അതും ഒരു തീമൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ചിലതൊക്കെ ഫ്രൂട്ട്സിൻ്റെ ഷേപ്പിൽ, ചിലതൊക്കെ ട്രീയുടെ ഷേപ്പിലൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ആ ഒരു ചെടിച്ചട്ടി എന്ന് പറയുന്നത് ചോക്ലേറ്റ് കൊണ്ടുള്ള ചെടിച്ചട്ടിയാണ്. എല്ലാത്തിൻ്റെയും കോസ്റ്റ് വരുന്നത് 50 ദിർഹത്തിന് മുകളിലേക്കൊക്കെ ആട്ടോ വരുന്നത്.
ആ സൈഡിൽ തന്നെ വെച്ചു ഞാൻ എൻ്റെ സൈഡിൽ തന്നെയാ കിട്ടില്ല ആ സൈഡിലല്ല